ഹേമ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി മാല പാർവതി. ഹേമ കമ്മിറ്റി കാണിച്ചത് വിശ്വാസ വഞ്ചനയാണ്. ഞങ്ങൾക്കുണ്ടായ ദുരനുഭവമാണ് മൊഴിയായി നൽകിയത്. മറ്റുള്ളവർക്കുണ്ടായ കേട്ടറിവുകളും ഹേമ കമ്മിറ്റിയോട് പറഞ്ഞിരുന്നു. കേസിന് താല്പര്യമില്ല എന്ന് അന്നേ പറഞ്ഞതാണ്. റിപ്പോർട്ടിൽ പേരുപോലും വരരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മാല പാർവതി പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി മൊഴി നൽകിയ നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയാണ് നടി ഹർജി നൽകിയത്. ഞങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളിതെല്ലാം തുറന്നു പറഞ്ഞതെന്ന് ഹേമ കമ്മിറ്റി തന്നെ പറയണമെന്നും മാല പാർവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതെല്ലാം ഈ അജയ് വിൻസെന്റ് സാറിനെ വിളിച്ചെന്നൊക്കെ പറയുന്ന ഹിയർസയാണ്. ഞാൻ നേരിട്ട് കേട്ടില്ല. ഞാൻ ആകെ സംസാരിച്ച അലക്സിന്റെ അടുത്താണ്. അലക്സ് അനുഭവിച്ച ട്രോമ, അലക്സ് അവർ ഉപദ്രവിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയല്ല. അലക്സിന് പറയും എന്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് സ്ത്രീ വിഷയത്തിൽ ഞാൻ പോയിരുന്നു മൊഴി കൊടുക്കേണ്ടി വരുന്നത്. അതും ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അതെനിക്ക് ഭയങ്കര പ്രയാസമായി പോയി സുഹൃത്തുക്കൾ. അത്രയാണ് ബേസിക് ആയിട്ട്. ഞാൻ എൻ്റെ ഒരു ഇമോഷണൽ കാര്യമായിട്ടും കൂടെ നിങ്ങൾക്ക് വേണേൽ കാണാം. ഞാനൊരു ഇമോഷണൽ വ്യക്തിയും കൂടിയാണ്. ഞാൻ ഒരാളെയും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ വിശ്വാസപൂർവ്വം ഹേമ കമ്മിറ്റി കൊടുത്ത സ്റ്റേറ്റ്മെന്റാണെന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റി ചതിച്ചു എന്നൊരു ഫീലുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു വിശ്വാസവഞ്ചനയുണ്ടായി തോന്നുന്നുണ്ടോ? ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി പോയി എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി എന്താ വിചാരിക്കുന്നത് അവർ തന്നെ പറയണം. മാഡം പറയണം ഞങ്ങളോട് എന്താണ് മാഡം പറഞ്ഞിട്ടാണ് മാഡം ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായി? മാഡം പറയട്ടെ ഞങ്ങളോട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ മാഡം ഞങ്ങൾ എടുത്തത്. നാളെ ഇത് കേസാവും എന്ന് പറഞ്ഞാണോ നമ്മളോട് ചോദിച്ചതെന്ന് മാഡം പറയട്ടെ. ഇത് വളരെ സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ നമുക്കൊരു സത്യസന്ധമായി ഇതിന്റെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് അറിയണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് ഒരു അതൃപ്തിയില്ല, നീരസവും എനിക്ക് ഒന്നുമില്ല. നമുക്ക് ഇതെല്ലാം തന്നെ ആരും ബാഡ് ഇന്റൻഷനിലൊന്നും ചെയ്യുന്നില്ല. SIT പോലും എനിക്കില്ല. ആരും ബാഡ് ഇന്റൻഷനിലല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നല്ല ഇന്റൻഷനിൽ ചെയ്യുന്ന കാര്യം പോലും നല്ല മനുഷ്യരെ ഉപദ്രവിക്കാൻ കാരണമാവുന്നുണ്ടെങ്കിൽ ഞാൻ ആ കൂട്ടത്തിലില്ല. എനിക്ക് അത്രയും കമ്മിറ്റ്മെന്റ് കുറഞ്ഞു എന്ന് വിചാരിച്ചത്. ഇത്രയും വർഷം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു നല്ല ഒരു പുരുഷനെ എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളെ ഇതിനകത്ത് സമൂഹത്തിന് അല്ലെങ്കിൽ ഇയാളെ ഒരു ഇന്നാരെ SIT അല്ലെ ക്രൈം ബ്രാഞ്ചോ വിളിച്ച് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ സമൂഹം അയാളെ മോശമായിട്ട് നോക്കുമോ? അയാളുടെ ഭാര്യയ്ക്ക് സംശയം വരുമോ? അല്ലെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സംശയം വരുമോ? അതിന് ഞാൻ തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.